ഒടുവിൽ പലസ്തീന് വേണ്ടി നേരിട്ടിടപെട്ട് അമേരിക്ക. പലസ്തീനിൽ ഭക്ഷണവും മറ്റ് സഹായങ്ങളും ഹെലികോപ്റ്ററിൽ എത്തിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രഖ്യാപനം. 21-ാം നൂറ്റാണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിന്റെ വക്കിൽ നിൽക്കുകയാണ് പലസ്തീൻ. 23 ലക്ഷം പലസ്തീനികളാണ് ഗാസയിൽ ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. ഐക്യരാഷ്ട്ര സംഘടനയും മറ്റ് മനുഷ്യാവകാശ സംഘടനകളും തുടർച്ചയായി പലസ്തീൻ ജനത അനുഭവിക്കുന്ന അനീതിയും മനുഷ്യാവകാശ ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിന് കാത്തു നിന്നവർക്കു നേരെ ഇസ്രയേൽ നടത്തിയ വെടിവയ്പിൽ 112 പലസ്തീനികളാണ് മരിച്ചു വീണത്. ട്രക്കുകൾ ആക്രമിക്കുവാൻ വന്ന പലസ്തീനികളെയാണ് തങ്ങൾ വെടിവെച്ചതെന്നും കൂടുതൽ പേരും ഭക്ഷണത്തിനായുള്ള തിരക്കിൽപ്പെട്ടാണ് മരിച്ചതെന്നും ഇസ്രായേൽ പട്ടാളം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് മരിച്ച പലസ്തീനികളിൽ ഭൂരിഭാഗം പേർക്കും വെടിയേറ്റിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അതോടെയാണ് തങ്ങൾക്ക് കൂടി പങ്കുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളിൽ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും പരിഹാരം കാണുവാൻ അമേരിക്ക തുനിഞ്ഞിരിക്കുന്നത്. ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന ട്രക്കുകളിൽ ഭൂരിഭാഗവും ഇസ്രായേൽ അതിർത്തിയിൽ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതുമൂലം കൊടിയ ഭക്ഷ്യക്ഷാമത്തിലൂടെയാണ് ഗാസയിലെ ജനത കടന്നു പോകുന്നത്. പുല്ലുകളും കാട്ടുചെടികളും ആഹാരമാക്കുന്നവരുടെയും തറയിൽ തൂവിയ മാവ് മണ്ണിനൊപ്പം വാരി പോക്കറ്റിലാക്കുന്ന കുട്ടികളുടെയും എല്ലാം ദൃശ്യങ്ങൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരിക്കലും ഞാൻ വംശഹത്യക്ക് കൂട്ടുനിൽക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരോൺ ബുഷ്നെൽ എന്ന US സൈനികൻ അമേരിക്കയിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ രാജ്യത്ത് കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനമുള്ള ഇസ്രായേൽ ലോബിയെ പിണക്കുവാൻ ബൈഡന് സാധിക്കില്ല. എന്നാൽ അമേരിക്കയിലെ യുവ വോട്ടർമാർക്കുള്ള പാലസ്തീൻ അനുകൂല വികാരം കണ്ടില്ലെന്ന് നടിക്കുവാനും അമേരിക്കൻ ഭരണകൂടത്തിന് കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ രാജ്യം സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുന്നത്. പക്ഷേ ഗാസയിലെ ജനങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ ഹമാസ് ആണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുമ്പ് ആരോപിച്ചിരുന്നു. ഇപ്പോൾ ഇസ്രായേലിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായാണ് അമേരിക്ക ഗാസയിൽ സഹായം എത്തിക്കുവാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, സഹായം എത്തിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അമേരിക്ക ഇസ്രായേലിനെതിരെ തിരിയുമെന്നും ഉറപ്പാണ്. അതേസമയം ഈ വിവരം പങ്കുവച്ചുകൊണ്ട് ജോ ബൈഡൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗാസയ്ക്ക് പകരം 2 തവണ അമേരിക്കൻ പ്രസിഡന്റ് ഉക്രൈൻ എന്നാണ് പറഞ്ഞത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായ ജോ ബൈഡന്റെ ഓർമ്മയെയും മനോനിലയെയും പറ്റിയുള്ള ആശങ്കകൾ അമേരിക്കൻ മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു. അടുത്തിടെയായി ബൈഡൻ വരുത്തുന്ന പിഴവുകൾ ഈ അഭ്യൂഹങ്ങൾ ശരിവയ്ക്കുന്നതാണ്.